ഗായ്സ്, അപ്പോൾ നമ്മൾ ടെമുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇന്ന് എന്തൊക്കെയാണ് വന്നേക്കെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് കുറവായിരിക്കും വീഡിയോ. അപ്പം ഇതിൻ്റെ ഇൻട്രോ ഞാൻ വേറൊരു ദിവസം എടുക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നതാണ്. ഈ ഒരു സംഭവം വന്നിട്ട് ഒരു 3-4 ദിവസമായി. പക്ഷേ ഇത് തുറന്ന് എന്താണ് ഇതിൻ്റെ ഉള്ളിലൊന്ന് നോക്കാനുള്ളൊരു ടൈം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കൂടുതലും റൂം ഡെക്കോറിൻ്റെ സംഭവങ്ങളാണ് ഇതിൽ ഞാൻ കൂടുതലും മേടിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് നൈറ്റ് ഡ്രസ്സും കുറച്ച് നൈറ്റ് ഡ്രസ്സുമാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന്. അപ്പം ബോക്സിംഗ് ഡേയിൻ്റെയൊക്കെ ബോക്സിംഗ് ഡേയിൻ്റെ സെയിലായിട്ട് ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു 3 വീക്സ് മുന്നിൽ ഓർഡർ ചെയ്ത സാധനമാണ്. അപ്പോൾ ഞാൻ ഈ റൂമൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്ന സാധനങ്ങൾ ഇവിടെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്. തുറന്നപ്പോൾ തന്നെ കാടും പടലൊക്കെ ആയിട്ട് ഇലയും ചെടിയൊക്കെയാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എനിക്ക് ഈ സംഭവം ഇതിൻ്റെയൊക്കെ ഒറിജിനലായിട്ടുള്ള ചെടി മേടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെക്കണം എന്നായിരുന്നു. പക്ഷേ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. കൂടുതലും സമയം ഞാൻ വീട്ടിൽ ഉണ്ടാവാറില്ല. അപ്പം കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചില്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഞാൻ അങ്ങനെയാണ് നോക്കിയത്. അപ്പോൾ വന്നത് ഫുള്ളും പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് തന്നെ മേടിക്കാം. നോർമലി വെറുതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണിത് പെട്ടെന്ന് ഞാൻ മേടിച്ചത്. പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഞാൻ വലിയൊരു ചെടിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും വളരെ ചെറുതായിപ്പോയി. ഇതിനിപ്പോൾ ഉള്ള ഒരു ഇതിലെന്തേലും കുത്തി വെക്കാം, അല്ലെങ്കിൽ ഒരു ഭംഗി കാണത്തില്ല. നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു കോൺ പോലെയുള്ളത്, അവിടെ ഇങ്ങനെ കുറച്ച് ഒരു മെസ്സായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. കണ്ടോ, ഇത് കുറച്ച് ലീഫൊക്കെ വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു സംഭവമാണ്. കണ്ടാൽ നമുക്കൊരു ഒറിജിനാലിറ്റിയൊക്കെ പോലെ തോന്നുമെങ്കിലും ഒറിജിനലല്ല, ഫേക്കാണ്. പിന്നെ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികൾ വാങ്ങിച്ചിട്ട് ഭയങ്കര കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ സത്യം പറഞ്ഞാൽ ഒറിജിനൽ ചെടിയായിട്ടാണ് തോന്നുന്നത്. ഇത് കുറച്ചൊന്നും ഇങ്ങനെ വിരിച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഒരു 4 4 ഡിഫറൻസ് ആയിട്ടുള്ള കുറച്ച് 4 കേട്ടോ. 4 നല്ല ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 4 ചെടികളാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഞാൻ അവസാനം ഇവിടെ വെച്ചതിന് ശേഷം ഉള്ള ഒരു ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചത്. അതെൻ്റെ ഒരു റൂം ടൂർ വീഡിയോയിൽ ഉണ്ടാവും. അത് എടുക്കണം എന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന റൂം ടൂർ വീഡിയോ. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഒത്തു കിട്ടാത്തത് കൊണ്ടും എടുക്കുന്നില്ല. മേ ബി എൻ്റെ റൂം ക്ലീൻ ആയിരിക്കുന്ന സമയത്ത് മേ ബി കിച്ചൺ ക്ലീൻ ആയിരിക്കത്തില്ല, കിച്ചൺ ക്ലീൻ ആയിരിക്കുന്ന സമയത്ത് മേ ബി റൂം ക്ലീൻ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാം. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു, മേടിച്ചു, അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് നമ്മൾ ഇങ്ങനെ കുറച്ച് എസ്തറ്റിക് ലുക്കൊക്കെ വരുന്ന ഒരു സംഭവം. ഇത് നമ്മളിങ്ങനെ ഭിത്തിയിൽ തൂക്കിയിടുന്നതാണ്. തൂക്കിയിട്ടിട്ട് നമുക്കിവിടെ ചെടിയോ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറച്ച് റൂം ഡെക്കോറായിട്ട് റൂമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൂക്കിയിടാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഇനി കുറച്ച് പണിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം കുറേ സാധനങ്ങൾ ഞാൻ റൂം ഡെക്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ഞാൻ ഓർമ്മയുണ്ട്, കുറേ സാധനങ്ങൾ അങ്ങ് ഓർഡർ ചെയ്തു. കാരണം ഇനി ഇതിനായിട്ടൊരു കുറവ് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം വീഡിയോസൊക്കെ എടുക്കുന്നില്ലേ, റൂം ഇച്ചിരി വൃത്തിയായിട്ടിരിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും എന്ന് കരുതിയിട്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു ഇതിൻ്റെ പേര് പറഞ്ഞത് എന്തായാലും ഇതാണ് സാധനം. പൊടിയായ പിന്നെ ഫുള്ളും വീണ്ടും തൂക്കേണ്ടി വരും. ഇങ്ങനെ കുറച്ച് പഞ്ഞി പോലെ ഇരിക്കുന്ന ഇങ്ങനെ ചെടികളിലൊക്കെ ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റുന്ന സാധനം. ഇതിൻ്റെയൊക്കെ പോട്ട് എൻ്റെ കയ്യിലുണ്ട്. പോട്ടിലെന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ട്, ഇൻഡോർ പ്ലാന്റ്സ് മേടിച്ച സമയത്ത് കിട്ടിയ പോട്ടാണ്. പക്ഷേ വെള്ളമൊന്നും കറക്റ്റായിട്ട് ഒഴിക്കാത്തത് കൊണ്ട് ചെടി കരിഞ്ഞു പോയിട്ട് പോട്ട് മാത്രം അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ കുത്തി വെക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇത് മേടിച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത ഞാൻ മേടിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു നൈറ്റ് ഡ്രസ്സാണെന്ന്. ഞാൻ ഒരുപാട് നൈറ്റ് ഡ്രസ്സ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നൈറ്റ് ഡ്രസ്സ് എല്ലാം ഓൾമോസ്റ്റ് പഴയതായെന്നല്ല, യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. ഒന്നിൻ്റെ പാൻറ്റ് കാണാനില്ല, ഒന്നിൻ്റെ ഉടുപ്പ് കാണാനില്ല, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും. പിന്നെ നല്ല ഓഫറും ഉണ്ടായിരുന്നു. 2 പൗണ്ട് 3 പൗണ്ട് 4 പൗണ്ട് 5 പൗണ്ട് ഒരു 6 പൗണ്ടിനകത്തുള്ള ഒരു നൈറ്റ് ഡ്രസ്സ്. ഇത് ഒരു പാൻറ്റും, ഇതാണ് ഉടുപ്പ്, പിന്നെ ഇത് പാൻറ്റ്.
കൊള്ളാം, നല്ല. എൻ്റെ സൈസ് മീഡിയം ആണ് കേട്ടോ ഞാൻ എപ്പോഴും വാങ്ങാറ്. ഇതൊരെണ്ണം. നൈറ്റ് ഡ്രസ്സ് തന്നെ കുറേ ഉണ്ട്, കാരണം കുറേ നൈറ്റ് ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അടുത്ത നൈറ്റ് ഡ്രസ്സ് ഇതൊരു 1 പീസാണ്. ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. 1 പീസ് ഇട്ട് അടിയിൽ ഷോർട്ട്സ് ഇട്ടിട്ട് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം 2-3 ഞാൻ നാട്ടിൽ ലീവിന് പോയ സമയത്ത് കൊണ്ടുവച്ചായിരുന്നു. അപ്പം അതുപോലുള്ള ഒരു 1 പീസ്. ഇത് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. മീഡിയം ആണ് ഓർഡർ ചെയ്തത്, പക്ഷേ ഇച്ചിരി വലുതായിപ്പോൾ. എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. അടുത്തതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണ്. നൈറ്റ് ഡ്രസ്സ് എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ടെബൂന്ന് തന്നെ ആയിരിക്കും വാങ്ങുന്നത്. ഫസ്റ്റൊക്കെ ഒന്നും അറിഞ്ഞുകൂടാണ്ട് എല്ലാം നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് ലൈക്ക് പ്രീമാർക്കിലൊക്കെ പോയിട്ട് നൈറ്റ് ഡ്രസ്സ് മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരം 10 പൗണ്ടിനകത്തുള്ള നൈറ്റ് ഡ്രസ്സ് നല്ല ക്വാളിറ്റി നൈറ്റ് ഡ്രസ്സായിരുന്നു. അതും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പിന്നീടാണ് ഈ ഒരു ആപ്പിനെ പറ്റി ഞാൻ പരിചയപ്പെട്ട് അറിഞ്ഞ് വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇതിൽ നിന്ന് മേടിക്കാൻ തുടങ്ങി. ഇത് 4 പൗണ്ട് എന്തേ ഉള്ളൂ കേട്ടോ ഈ ഒരു നൈറ്റ് ഡ്രസ്സ് കാണിച്ചു തരാം. ഇത് ഉടുപ്പ്, ഇത് പാൻറ്റ്. ഓക്കെ, ഇനി ഇതൊക്കെ മടക്കി വെക്കണം, കാരണം ഇന്ന് നമ്മളെ റൂം എന്തായാലും ക്ലീൻ ചെയ്യണം. ഈ ഒരു സാധനം ഒരു മസ്കാരയാണ്. ഇത് ഞാൻ മേടിച്ചത് നിഷ ചേച്ചിയുടെ കയ്യിൽ കണ്ടിട്ടാണ്. അന്നൊരു നിഷ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനൊരു സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഞാൻ എടുത്ത് ചേച്ചിയുടെ നിന്ന് യൂസ് ചെയ്ത് നോക്കി. അപ്പം സ്കൈ വി എന്ന് പറയുന്ന ഒരു ഐ മസ്കാരയാണ്. വാട്ടർ പ്രൂഫ് അല്ലെന്ന് തോന്നുന്നു, എന്നാലും ഭയങ്കര ഒരു കിടിലം മസ്കാരയാണ്. ഇത് സംഭവം നമ്മൾ കണ്ണിൻ്റെ താഴത്തെ ലാഷസിൽ ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് വന്നിട്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ കണ്ണിൻ്റെ താഴത്തെ ലാഷസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത തുറന്നു നോക്കിയാൽ അറിയാം ഇതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് ഞാൻ മേടിച്ചതാണ് ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ ഞാൻ വിചാരിച്ചു ഇതിൽ ഒട്ടിക്കുന്ന സാധനം കാണുന്നു, പക്ഷെ ഇതിൽ ഒട്ടിക്കുന്ന സാധനം ഇല്ല ഗൈസ്. അപ്പം ഞാൻ 3G. അപ്പം നമുക്ക് ഒട്ടിക്കുന്ന സാധനം ഇനി എക്സ്ട്രാ വേണം. ഇതിനകത്ത് ഇങ്ങനെ ഈ കമ്പ് ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഇത് പുറത്തോട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒട്ടിച്ചാൽ ഭയങ്കര ക്യൂട്ടായിരിക്കും ഇത് കാണാൻ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതെന്താന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ എന്തോ കണ്ട് ഓർഡർ ചെയ്തതാണ്. ഇത് എന്തിന് യൂസ് ഇപ്പം മനസ്സിലായി. ഇത് യൂസ് ചെയ്തത് ഞാനിപ്പോൾ റൂമിലത്തേക്ക് കുറച്ച് ചന്ദനത്തിരിയും പിന്നെ കുറച്ച് ഫ്രേഗ്രൻസ് ഒക്കെ വരുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചന്ദനത്തിരിയൊക്കെ ആണെങ്കിൽ ഇതിൽ നമുക്കിങ്ങനെ കുത്തി വെക്കാൻ പറ്റും. ഞാൻ ഇത്രയും ചെറുതായിരിക്കും എന്നല്ല ഞാൻ വിചാരിച്ചത്, കുറച്ചും കൂടി വലുതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം എനിക്കിങ്ങനെ കുത്തി വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനം ഇല്ലായിരുന്നു. അപ്പം ഇത് നമുക്ക് അതിന് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, റൂം ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് മേടിച്ചതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ ഓയിലാണ്, എസെൻഷ്യലാണ്. ഇത് നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഓയിൽ ഇട്ടിട്ട് ക്യാൻഡിൽ അടിയിൽ നിന്ന് കത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ നല്ല മണം വരും എന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചത്. ഞാൻ മണം നോക്കട്ടെ. അമ്മേ സൂപ്പർ, നല്ല മണമുണ്ട് കേട്ടോ. ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അടിയിൽ ഏത് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് അടിപൊളി മണം. അപ്പം ക്യാൻഡിൽ എന്തായാലും ഇവിടെ ഉണ്ട്. ക്യാൻഡിൽ കത്തിക്കാനുള്ള സാധനം ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും, നമുക്ക് നോക്കാം. അടുത്ത ഇത് എന്താണെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരിപ്പറക്കിയൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്തോ ചന്ദനത്തിരിയോ അങ്ങനത്തെ എന്തോ സംഭവങ്ങൾ ഇത് ഫ്രേഗ്രൻസിന് വേണ്ടിയിട്ട് കത്തിച്ച് വെക്കാനുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് എങ്ങനെ യൂസ് ചെയ്യും എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അതൊന്നൊന്ന് കത്തിച്ച് വെച്ച് നോക്കുമ്പോൾ അതൊന്നും എന്തായാലും മനസ്സിലാവും. നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ച് തല പുകയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അടുത്തത് ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. കാരണം ഈ ടെമുന്നൊക്കെ മേടിക്കുന്ന നൈറ്റ് ഡ്രസ്സ് ഭയങ്കര ക്വാളിറ്റിയാണ്. കിടന്ന് ഉറങ്ങാൻ ഇത്രയും സുഖമുള്ളൊരു സംഭവം, വീട്ടിൽ ഇട്ടുകൊണ്ട് നിൽക്കാൻ ഇത്രയും സുഖമുള്ളൊരു സംഭവം വേറെ ഇല്ല. ഇതാണ് ടോപ്പ് വരുന്നത്, പാൻറ്റ് വരുന്നത് ബ്ലാക്ക്. കണ്ടോ, ഭയങ്കര കിടിലം. 3 പൗണ്ടിന് അല്ലെങ്കിൽ 4 പൗണ്ടിന്, നമ്മുടെ നാട്ടിൽ 400 രൂപ ലാഭമാണ്.
പക്ഷേ ഇതെങ്ങനെ ഇത്രയും ക്വാളിറ്റിയിൽ ഇവിടുത്തെ ഒരു ഇതിന് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നമുക്ക് ലാസ്റ്റ് തുറക്കാം. ഓക്കെ, അടുത്തത് അയ്യോ ഇതെന്താണ്, മേക്കപ്പ് പ്രൊഡക്റ്റ്സ് എന്തോ ആണെന്ന് തോന്നുന്നു. മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ ഇതിൽ നിന്ന് വാങ്ങൽ വളരെ കുറവാണ്. ഇങ്ങനത്തെ ഈ ഐലാഷിൻ്റെ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കത്തുള്ളൂ, ടെമൂന്ന്, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഈബേ എന്നൊക്കെ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ആമസോണിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ആമസോണിൽ നമുക്ക് കാണുന്ന പ്രൊഡക്റ്റ് അല്ല വരുന്നത്. അപ്പം ഞാൻ പിന്നെ ഈബേ ആക്കി. അപ്പോൾ അതാകുമ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റ് വരും. ഈ സംഭവം നമ്മുടെ ഇതാണ് കേട്ടോ, ഐബ്രോ ഫില്ലിംഗ് ആണ്. കണ്ട, ഐബ്രോ ഫില്ലേഴ്സ്. കാരണം ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതൊരു ജെല്ലാണ്. ഈ ജെല്ല് ഇങ്ങനെ തുറന്നിട്ട് ജെല്ലിൽ ഇങ്ങനെ സൂപ്പർ ഈ ജെല്ലിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ഐബ്രോസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കാരണം എൻ്റെ ഐബ്രോസ് എപ്പോഴും ഇങ്ങനെ താഴ്ന്നിരിക്കും. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഐബ്രോ ഫില്ലർ എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളർ ഐബ്രോ ഫില്ലർ. അത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്, നല്ല കളറൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഐബ്രോസ് എപ്പോഴും ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചൊരു സാധനമാണ്. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സാധനം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇതും എനിക്ക് തോന്നുന്നു എന്തോ ഫ്രേഗ്രൻസിൻ്റെ നമ്മളെ നേരത്തെ ജാസ്മിൻ എസെൻഷ്യലൊക്കെ പോലെ മേടിച്ചതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അല്ലല്ല, ഇതൊരു യൂണിവേഴ്സൽ പിന്നാണ്. യെസ്, കണ്ടോ, യൂണിവേഴ്സൽ പിന്നാണ്. കഴിഞ്ഞ തവണ നമ്മൾ അൽബേനിയയിലും മൊറോക്കോയിലൊക്കെ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ട ഈ ഒരു സാധനത്തിന് വേണ്ട. അവരുടെ ഒക്കെ പിന്ന് ഇങ്ങനെയായിരിക്കും, 2 പിന്നിടുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സെയിം തന്നെ, പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നീണ്ടതായിരിക്കും. ഇതിൻ്റെ ഈ ഒരു തുമ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നീണ്ടതായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഉള്ളിലോട്ട് കുത്തി വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ നോർമൽ ഇവിടുത്തെ പിന്ന് യൂസ് ചെയ്യാം, ഇവിടെ മറ്റേ USB അത് യൂസ് ചെയ്യാം, അല്ലാണ്ട് നമ്മുടെ C ടൈപ്പ് ചാർജർ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. 3 വരുന്ന ചാർജറാണ് കേട്ടോ. കൊള്ളാം, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതിൽ കുറേ പ്ലഗൊക്കെ വരുന്നതൊക്കെ വേറെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഞാൻ മേടിച്ച ഒരു സാധനമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഇവിടെയൊക്കെ വെച്ചേക്കും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാൻ നേരത്ത് നമ്മളിത് നോക്കുമ്പോൾ കാണത്തില്ല. ഇത് ഒരു ഫ്രേഗ്രൻസിൻ്റെ ഇതാണ്. അപ്പം ഇത് നമുക്ക് അതിൽ കത്തിച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. നല്ല മണമുണ്ട്. ഇതിൽ ഓരോരോ ഫ്ലേവറുണ്ട്. ലാവൻഡർ, ഇതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതും നല്ല മണമുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒരെണ്ണം രാത്രിയോ രാവിലെയോ ഒക്കെ കത്തിച്ച് വെച്ചാൽ നമ്മുടെ റൂമിന് എപ്പോഴും ഒരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ റൂം എപ്പോഴും ഫ്രഷായിട്ട്, എനിക്ക് എപ്പോഴും എൻ്റെ റൂമിനകത്ത് കയറുമ്പോൾ ഒരു മണം വേണം, എന്തെങ്കിലും ഒരു മണം വേണം. അപ്പോൾ ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു സാധനം. ഓക്കെ, ഇത് ഒരു നൈറ്റ് ഡ്രസ്സാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാന്താണെന്ന് തോന്നുന്നു, ഇത്രയും നൈറ്റ് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഇത് വെറും ഒരു ബ്ലാക്ക് ടോപ്പും ഇങ്ങനത്തെ ഒരു പാൻറ്റും. ഇത് കഴിഞ്ഞു കേട്ടോ. അടുത്തത് ഇതെന്താ, ഇത് വരുന്നത് ഒരു ഡ്യുവറ്റ് കവറാണ്. ഡ്യുവറ്റ് കവർ ഞാൻ മേടിച്ചത്, ഞാൻ ഉദ്ദേശിച്ച സാധനം ആയിരിക്കണേ ഇതിനകത്തെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാരണം 5 പൗണ്ടോ 6 പൗണ്ടോ എന്തോ ആയി ഇത്. യെസ് ആണ്, കാരണം ഇതവർ എയർ ടൈറ്റാക്കി വെച്ചേക്കുന്നതാണ്. ഞാനിത് എങ്ങനെയാണ് പൊട്ടിക്കുക? പൊട്ടിച്ചു. ഓക്കെ, കണ്ടോ, നമ്മുടെ ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ. ഇതിൻ്റെ അകത്ത് നമുക്ക് പില്ലോ യൂസ് ചെയ്യും. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ബെസ്റ്റാണ്. എന്ന് വെച്ചാൽ ഹോട്ടൽ റൂമിലൊക്കെ പോയി ഹൈജീൻ അല്ല എന്ന് തോന്നുന്നവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ പില്ലോയ്ക്ക് അകത്ത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പില്ലോ കേസോ എന്തെങ്കിലും ഇട്ടാൽ അത് നല്ലതായിരിക്കും. കാരണം ഞാനിത് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ തന്നെ അത് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാം, പുറത്ത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതും ഒരു നൈറ്റ് ഡ്രസ്സാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് പ്രാന്താണെന്ന്. ഇതൊരു നോർമൽ ഒരു ടോപ്പും നേരത്തെ കണ്ട പോലെ തന്നെ ബ്ലാക്ക് പോലെ തന്നെ ഒരു നോർമൽ പാൻറ്റും കണ്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഇന്ന് കുളിച്ചിട്ട് ഇടുന്നത്, അത് വേറെ കാര്യം. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ ഇതെന്താണെന്ന്. ഇത് എന്തോ ഒട്ടിക്കുന്ന സാധനമാണ്. ഇത് ഒട്ടിച്ചിട്ട് ഇതിലെന്ത് വെക്കാനുള്ളതാണെന്ന് എനിക്കറിയില്ല.
സംഭവം നമുക്ക് അതിൽ ഫോട്ടോയിൽ നല്ലോണം കാണിക്കും, എന്തോ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്, അങ്ങനെ കരുതി മേടിച്ചതാണ്. അപ്പം ഇത് വീഡിയോ കട്ട് ചെയ്തിട്ട് അതിൽ പോയി നോക്കണം എന്താണ് അതിൻ്റെ യൂസ്ഫുൾ എന്ന് അറിഞ്ഞിട്ട് വേണം ഇത് കാണിക്കാൻ. ഇത് അങ്ങനത്തെ സാധനം എന്താ ഗൈസ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആ സാധനം. കാണിച്ചു തരാവേ, നല്ല രസമാണ്. ഇതിൽ ഈ മെഴുകുതിരി അല്ലല്ലോ, സാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പം ഭയങ്കര രസമായിരിക്കും കാണാൻ. ഇത് നമ്മളിങ്ങനെ ഫിറ്റായി ഇതിലിങ്ങനെ കത്തിച്ച് ഇളവി പോവല്ലേ, ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ സാമ്പ്രാണി തിരി കത്തിക്കുമ്പോൾ അതിൻ്റെ പൊടി ഇതിൽ തന്നെ അങ്ങനെ വീഴും. ഒരു പൂവിൻ്റെ ഷേപ്പ് മാതിരി, കണ്ടോ, പൂവിൻ്റെ ഒരു ഇതളിൻ്റെ ഷേപ്പ് മാതിരിയില്ലേ. കഴിഞ്ഞു ഗൈസ്. ഇത്രയേ ഉള്ളൂ. 65-70 പൗണ്ടിന് എന്തോ മേടിച്ചാണ്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കഴിഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീണ്ടും ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അടുത്തതിൽ കാണാൻ പറ്റും കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടെമു ഹോൾ വീഡിയോ. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ജിമ്മിൽ പോയി വന്നിട്ട് കുളിച്ച് റെഡി ആയിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ സമയം. അലക്സ, വാട്ട്സ് ടൈം നൗ? It's 10:56 p.m. അതായത് ഏകദേശം 11 മണിയാവാറായി. എനിക്ക് നാളെ രാവിലെ ഷിഫ്റ്റ് ഉണ്ട്. നാളെ രാവിലെ എനിക്ക് 5 മണിക്കാണ് ഡ്യൂട്ടി. ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 5 മണിക്ക് പോകണം. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ഇത് എനിക്കിന്ന് ഓപ്പൺ ചെയ്യണം. കുറച്ച് നാളെ മറ്റന്നാൾക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം ഓൾറെഡി എല്ലാ വീഡിയോയിലും നിങ്ങൾ പറഞ്ഞതാണല്ലോ. ഇതിനെ കൂട്ടത്തിൽ ഞാൻ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ തുണി ഡ്രൈ ചെയ്യുന്ന ഹാങ് ചെയ്യുന്ന ഒരു സെറ്റ്. അത് വലുതാണ് കേട്ടോ. അപ്പോൾ അത് താഴെ ഇരിക്കുകയാണ്. ഏതെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ആക്കാം. കാരണം UK നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ തുണി പുറത്തിട്ട് ഉണക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അകത്ത് വെച്ചിട്ട് ഒരു കമ്പിയിൽ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടായിരിക്കും നമ്മൾ ഉണക്കുന്നത്. എൻ്റെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് ഏകദേശം ഒരു 10 പൗണ്ടായി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് കളർ പാൻറ്റാണ്. ബിക്കോസ് ഞാൻ ഇപ്പോൾ ഷിഫ്റ്റിനിടുന്ന പാൻറ്റ്സ് എല്ലാം ബ്ലാക്കാണ്. സാധാ ലെഗിൻസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ലെഗിൻസ് ഇപ്പോൾ അവിടെ അലൗഡല്ല. അപ്പം എനിക്ക് ഈ ഒരു പാൻറ്റ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കണ്ട, ഇതാണ് ഞാൻ ഡെയിലി ഇട്ടുകൊണ്ട് പോകുന്നത്, ഈ ഒരു പാൻറ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത തുറക്കാം. അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. എന്താണിത്, മൊത്തം ഡ്രസ്സാണെന്ന് തോന്നുന്നല്ലോ. അഗെയിൻ ഒരു ബ്ലാക്ക് പാൻറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് പാൻറ്റ്. ഇപ്പം ഇത് ബ്ലാക്ക് പാൻറ്റ് അല്ല, ഇത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമ്മൾ 1 പീസൊക്കെ ഇടുമ്പോൾ നമ്മൾ അടിയിലിങ്ങനെ ഒരു പാൻറ്റ് ഇങ്ങനെ ഇടണം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ കോട്ടൺ ആയിട്ട് നമുക്ക് കുറച്ച് വാമായിട്ടിരിക്കും. അപ്പോൾ 1 പീസൊക്കെ ഇടുമ്പോൾ നമുക്ക് കാല് കാണിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സംഭവം നമ്മൾ അടിയിലിട്ടിടുമ്പം കാണാനും ഭയങ്കര ലുക്കായിരിക്കും. ബൂട്ട്സൊക്കെ ഇടുമ്പോൾ കാണാനും നല്ല ലുക്കായിരിക്കും. കൂടാതെ തണുപ്പും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ടീഷർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, ഒരു ടീഷർട്ടോ ഒരു നൈറ്റ് ഡ്രസ്സ് എന്തുവാണ്, അല്ല ഒരു ടീഷർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. നമ്മുടെ ജീൻസിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ. എനിക്കിഷ്ടപ്പെട്ടു. കളറ് ഇച്ചിരി എറിച്ച് നിൽക്കുന്ന കളർ കണ്ടുകൊണ്ട് ഞാൻ മേടിച്ചാണ്. ഇതൊന്നും നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല, സമ്മർ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു ലൈറ്റാണ്. എൻ്റെ മിററിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതിലൊരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ ഒന്നും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു ലൈറ്റാണ്. ഇതിന് നമ്മൾ ബാറ്ററി എക്സ്ട്രാ മേടിക്കണം. പിന്നെ എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമായിരുന്നു ഹാങ്ങർ. ഈ ഹാങ്ങർ ഇച്ചിരി വൃത്തിയുള്ളൊരു ഹാങ്ങർ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങർ. പിന്നെ ഇത് നമ്മുടെ ഫേഷ്യൽ റൈസറാണ്. ഫേഷ്യൽ റൈസർ നോർമലി ഞാൻ ഇങ്ങനത്തെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വല്ല ക്വാളിറ്റിയുള്ള സംഭവം നല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവശ്യം വരത്തില്ല. എന്നാലും ഇത് അടുത്ത ഒരു ജിം ഷൂ ആണ്. ഇപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയപ്പം എൻ്റെ നോർമലായിട്ടുള്ള ഷൂ ഒന്നും ഇട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാല് അടിഭാഗം ഭയങ്കരമായിട്ട് തണുക്കുന്ന പോലെ. അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയുള്ളൊരു ജിം ഷൂ മേടിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഷൂ ഒന്നും ടെമൂന്ന് മേടിക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. പക്ഷേ എന്നാലും ഡെയിലി യൂസ് അല്ലല്ലോ, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മാറ്റുന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ജിം ഷൂ മേടിച്ചു. എനിക്കിത് കറക്റ്റാണെന്നറിയില്ല, കണ്ടിട്ട് ചെറുതാണെന്നാണ് തോന്നുന്നത്.
മേ ബി കറക്റ്റായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത ദിവസം മുതൽ ജിമ്മിൽ പോകുമ്പോൾ ഞാൻ ഇടുന്ന ഷൂ ഇതാണ്, കാരണം നമ്മൾ അകത്ത് മാത്രമല്ലേ ഇടുന്നുള്ളൂ. ഓക്കെ, അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മേടിക്കുന്ന ഒരു സാധനമാണ്. കഴിഞ്ഞ വർഷം, അതായത് ഈ സമയം വരെ ഞാൻ യൂസ് ചെയ്യുന്നത് 32 സൈസ് ബ്രായാണ് എൻ്റെത്. അപ്പം എനിക്ക് ഫുള്ളായിട്ട് കവറാവുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ഭാഗം ഒന്ന് ചില ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് വൃത്തികേടായിട്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് കപ്പ് വലുതായിട്ട് ഈ ബാക്കിലത്തെ സൈസ് വെസ്റ്റ് കുറച്ച് ചെറുതായിട്ടുള്ള ബ്രാ എനിക്ക് വേണം. തപ്പി ഞാൻ എപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ബൾക്കായിട്ടില്ല 4-5 ഓർഡർ ചെയ്ത് എത്ര ഓർഡർ ചെയ്താലും ശരിയാവുന്നില്ല. അപ്പോൾ ഫൈനലി ഞാൻ ഇച്ചിരി വലിയ സൈസ് നോക്കി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് സൈസ് എത്രയാണെന്നറിയാമോ? 36B ആണ്. എനിക്ക് കണ്ടിട്ട് എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ, കാരണം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, കാരണം ഇവിടെ ഈ ഒരു കവറേജ് വരുന്നുണ്ട്. സാധാ എൻ്റെ ബ്രായ്ക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് കണ്ടിട്ട് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ദൈവമേ കറക്റ്റ് ആയാൽ മതിയായിരുന്നു. വെച്ചോട്ടെ. യെസ്, ഈ വെസ്റ്റ് സൈസ് കറക്റ്റാണ്. ഇനി ബാക്കിയും കൂടി കറക്റ്റ് ആയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഈ സൈസിനുള്ള സംഭവങ്ങൾ മേടിച്ചാൽ മതിയല്ലോ. ഓക്കെ, അടുത്ത് ഞാൻ മേടിച്ചേക്കുന്നത് ഒരു കോഫി, ഇതെന്തൊക്കെയാണ് തെറിച്ച് വരുന്നത് ദൈവമേ, ഒരു കോഫി ബീറ്ററാണ്. ഞാൻ കുറേ നാളുകൊണ്ട് മേടിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൽ ബാറ്ററി ഇടണം എന്ന് തോന്നുന്നു. ഇതിപ്പോൾ എങ്ങനെ തുറക്കുക? അതെ, നമ്മൾ ബാറ്ററി ഇടണം. എൻ്റെ ബാറ്ററി കുറച്ച് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കിറുന്ന് പറഞ്ഞ് കറങ്ങും. ഞാനൊരു കോഫി പേഴ്സൺ അല്ല, പക്ഷേ ഞാൻ കോഫി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്പിച്ചിനൊക്കെ പോലെ ഇച്ചിരി മറ്റേ കിറുകിറായിരിക്കുന്ന ഒരു കോഫി ആയിരിക്കും ഞാൻ കുടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. യെസ്, അഗെയിൻ ദാറ്റ് ബ്ലാക്ക് പാൻറ്റ് ഫോർ മൈ ഷിഫ്റ്റ്. ദ സെയിം അല്ല, ഇത് ഇച്ചിരി വേറെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇച്ചിരി കുത്തും കോമയൊക്കെ ഉള്ളൊരു സാധനമാണ്. ഇതും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു 3-4 പാൻറ്റ്സ് എൻ്റെ കയ്യിൽ നോർമലി ഉണ്ട്. അടുത്തത് ഇതെന്താ അറിയില്ല, നോക്കട്ടെ. ഇതൊരു ലൈറ്റാണ്. എൻ്റെ കേർട്ടണിൽ ഞാൻ ഇവിടെ തൂക്കിയിട്ടേക്കുന്ന ലൈറ്റ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതിൻ്റെ വേറൊരു കളറാണിത്. എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് കളർ, എല്ലാ കളറും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു കളറാണ്. ബിക്കോസ് ഞാനത് യെല്ലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ പുറകിൽ ഇച്ചിരി ഭംഗിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളറും കൂടെ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞോ? പിന്നെ അച്ചടാ, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കീ ചെയിനാണ്, കസ്റ്റമൈസ്ഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. B22MUL. ഇതാണ് എൻ്റെ ബെൻസിൻ്റെ നമ്പർ പ്ലേറ്റ്. അപ്പോൾ ഇതെനിക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല രസമുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ തരാം കേട്ടോ. ഇത് ഏതിൻ്റെങ്കിലും ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ തരാം. അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് വെച്ചാൽ നല്ല രസമുണ്ട്. ഇതൊരു സ്റ്റോറി ഇടണം. കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ ധൃതി പിടിച്ച് തീർക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. എനിക്ക് നാളെ ഷിഫ്റ്റ് രാവിലെ 5 മണിക്ക് ഷിഫ്റ്റ് 4 മണിക്ക് എണീക്കണം. ഇപ്പോൾ തന്നെ ഏകദേശം 11 മണിയായി. എന്നെ ഉറങ്ങിയിട്ടൊക്കെ ഞാൻ എപ്പോൾ എണീക്കുന്നതെന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ഹലോ, അപ്പോൾ ചിമ്മുവിൻ്റെ മറ്റൊരു ഹോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല. ഇതെടുക്കുന്ന വേറൊരു ദിവസമാണ്, നിങ്ങൾക്കറിയാലോ. സോ ഇപ്പോൾ സമയം, അലക്സ വാട്ട്സ് ടൈം നൗ? The time is 12:34 a.m. 12:30 ആയിട്ടുണ്ട്. ഷിഫ്റ്റ് കഴിഞ്ഞു. ഞാൻ ജിമ്മിൽ പോയി വന്നു. റൂം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തു, കാരണം നാളെ എനിക്ക് ഓഫാണ്. അപ്പോൾ നാളെ ചെയ്യാൻ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ട് ഞാൻ ഇന്ന് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ഈ ചെമ്മുവിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇതിലുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് നാളത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തുറക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. യെസ്, ഒരു ക്യൂട്ട് ജാക്കറ്റ്. ഇത് ലൈക്ക് എൻ്റെ കയ്യിലുള്ള പോലത്തെ ഒരു ജാക്കറ്റാണ്. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. -1 ഡിഗ്രി -7 ഡിഗ്രി ഒക്കെ വരെ പോയിട്ടുണ്ട്. അപ്പം തൊടാൻ തന്നെ ഭയങ്കര രസമുണ്ട് കേട്ടോ. വേണ്ട, എൻ്റെ സാധാ ഉള്ള ജാക്കറ്റിൽ ഇങ്ങനെ ഇതില്ല. അപ്പം ഞാൻ ഒരു ഡെയിലി വെയറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് 10 പൗണ്ടാണ്. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. ഇത് 10 പൗണ്ടാണ്. ഇതിനിതേ ഇങ്ങനെ ക്യാപ്പൊക്കെ വരുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്. കാരണം എനിക്കിതിപ്പോൾ ഇങ്ങനെ തൊട്ടപ്പോൾ തന്നെ എനിക്ക് ചൂടെടുക്കുന്നു. അപ്പോഴും ഞാൻ ബെഡിലിരുന്നാണ് ചെയ്യുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ ഇങ്ങനെ ഇത് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു. ഓക്കെ, ഇതൊരു ഡിഫറൻറ്റ് ഇലയാണ്. ഇപ്പുറത്തെ ഒരു പൂവിലും കൂടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഡോർ പ്ലാൻ എന്നും പറഞ്ഞ് ഞാൻ നോക്കി മേടിച്ചതാണ്. പക്ഷേ വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ പ്ലാന്റ് ആയിപ്പോയി.
പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ അതുപോലെ ഒരു ചെടി ഇപ്പുറത്തും കൂടെ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പുറത്ത് കുത്തി അങ്ങ് ജസ്റ്റ് ഒന്ന് വെക്കാം. നല്ല ഭംഗിയായിരിക്കും, മേ ബി പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ. ഇത് ഞാൻ മേടിച്ചത്, ഞാൻ കുറേ നാളുകൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ച ഫുൾ സ്ലീവ് വിൻ്റർ ക്ലോത്ത്സ് ആണേ. പിടിക്കാൻ നല്ല സുഖമുണ്ട്, കണ്ട ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് അകത്തിട്ടിട്ട് പുറത്തെന്തെങ്കിലും ഡിസൈനായിട്ട് ഇടാം, ഇല്ലെങ്കിൽ ഇതും ജീൻസും ഇടാം. പിന്നെ നമ്മുടെ ടൈറ്റായിട്ടുള്ള ടോപ്പിന് നമ്മൾ ലൂസായിട്ടുള്ള ജീൻസൊക്കെ ഇടുന്ന പോലെ, എനിക്ക് എൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, അതുപോലെയൊക്കെ നമുക്ക്. ഇതിൻ്റെ 3 കളറാണ് കേട്ടോ, വൈറ്റ്, റെഡ്, എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏകദേശം കീറി ചീത്തയായി. പക്ഷെ എന്നിട്ട് ഞാനത് കളഞ്ഞിട്ടില്ല. ഇത് ഇത്രയാണ്, ഈ 3 കളറാണ് നമ്മളുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് എനിക്കിത് തോന്നുന്നു, ഞാനൊരു ഐപാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊരു ബാക്ക് കവറോടെ, ചെമ്മൊന്നും അത്ര ക്വാളിറ്റി അല്ല, പക്ഷെ ഞാൻ എൻ്റെ ഫോൺ കേസ്, നമ്മുടെ ഇയർപോഡിൻ്റെ കേസ്, ഇതൊക്കെ ഞാൻ ടെമൂന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു കളക്ഷൻ കണ്ടു. ഏകദേശം നല്ല റേറ്റ് ഉണ്ട്, 10 പൗണ്ടൊക്കെയാണ് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 1000 രൂപ. യെസ് 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 യെസ്, ഇറ്റ്സ് നൈസ്. എനിക്ക് പുറമേ നോക്കിയപ്പോൾ നല്ല കൊള്ളാൻ തോന്നി. ഇനി അടുത്ത് നോക്കട്ടെ. കൊള്ളാം ഗൈസ്, നല്ല രസമുണ്ട്. തുറന്നു ഇങ്ങനെ ഇങ്ങനെ വെച്ച് സിനിമ കാണാം. ഞാൻ എൻ്റെ ഐപാഡ് ഇവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് കാണിച്ചു തരാം. എൻ്റെ ഐപാഡ് ഇങ്ങനെയല്ലേ? ഇങ്ങനെ തന്നെ. അയ്യോ, ഇങ്ങനെയല്ലേ ദൈവമേ, ചെറുതാണ്. ആദ്യം നമുക്ക് ഒരു സൈഡിൽ നിന്നും അങ്ങ് തുടങ്ങാം അല്ലേ? അതെ. ആയി. സോ ഇതാണ് എൻ്റെ ഐപാഡ്. ഞാൻ അടച്ചു വെച്ചു, ഞാൻ തുറന്നു. നമുക്കിത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെച്ച് സിനിമ കാണാം, ഇങ്ങനെ വെച്ച് സിനിമ കാണാം, ഇങ്ങനെ വെച്ച് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ വെച്ച് നമുക്ക് സിനിമയൊക്കെ കാണാം. അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് സിനിമ കാണണ്ട, നമുക്ക് യൂസ് ചെയ്യാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട്, എവിടെ ഓണാകും, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചാർജ് കുറവാണ്, ചാർജ് കുത്തിയിടണം. സോ ഇതിപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. 10 പൗണ്ടേ ഉള്ളൂ, നല്ല സാധനമാണ്. അടുത്ത ഒരു കുഞ്ഞുടുപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ടെമൂന്ന് തന്നെ മേടിച്ചതാണ്. ഇപ്പോൾ മൊറോക്കോയിലൊക്കെ പോയിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ അടുത്ത ഇവിടെ ഒക്കെ പോകുമല്ലോ, അപ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ട, വൈറ്റും ബ്ലാക്കും പിങ്ക് കളറും, 3 കളർ. എനിക്ക് ഇങ്ങനത്തെ ഷോർട്ട് ഉടുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ പൊതുവേ ഇത് ഇടുന്നില്ല. എനിക്ക് ഒന്ന് വിൻ്റർ ആയതുകൊണ്ടായിരിക്കാം, മേ ബി വിൻ്റർ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. അടുത്ത കുറച്ച് സോക്സാണ്. സോക്സ് ഒന്നും നിങ്ങൾ ടെമൂന്ന് മേടിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഡെയിലി ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റിന് പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം ഇടുന്ന സോക്സ് എനിക്ക് ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടത്തില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ അലക്കുന്നത് വീക്ക്ലി വൺസ് ആയിരിക്കും. അപ്പോൾ അതുവരേക്കും എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയം കാണത്തില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് സോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ലതാണെന്ന് വിചാരിച്ചാൽ മേടിച്ചത്, മേ ബി നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല. സിസർ അവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഇനി വൃത്തിയില്ല, അതില്ല, ഇതില്ല എന്ന് ദയവ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ആരും വരരുത്. എന്തോ പൊട്ടുന്ന സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ക്യാൻഡിൽ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇതിനകത്ത് എന്തോ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ക്യാൻഡിൽ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഈ സംഭവം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ പൊട്ടിക്കാൻ ഇഷ്ടമുള്ള? ഓക്കെ. ഇതിൽ താഴെ നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെച്ചതിന് ശേഷം മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഡ്രോപ്പ്, എൻ്റെ മറ്റേ ലാവണ്ടറിൻ്റെ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഒരു ഡ്രോപ്പ് ഉണ്ട്, സ്മെല്ല് ഫ്രേഗ്രൻസ് വരുന്ന, അത് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ കാണാനും ഭയങ്കര രസമാണ്, നല്ല മണവും വരും. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ വെച്ചേക്കാം, പൊട്ടിപ്പോണ്ട. ഞാനിപ്പം വൃത്തിയാക്കിയിട്ടതാണ്. ദൈവമേ, ഇനി വീണ്ടും ഞാൻ ഇതൊക്കെ തൂത്ത് പറക്കണമല്ലോ എന്ന് ആലോചിക്കുന്നു. ചെറിയൊരു വിശപ്പ്. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര വലുതാണ്.
ഞാനിപ്പോൾ പ്രാക്ടീസിനൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ഞാനൊരു നീ ക്യാപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്തു സംഭവം, പക്ഷെ ഭയങ്കര വലുതാണ് ഗൈസ്, നല്ല വലുത്. എൻ്റെ കാലിൽ കയറുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ മേ ബി കയറുമായിരിക്കും, പക്ഷെ എനിക്കറിയത്തില്ല. എൻ്റെ കാല് ഇത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മീഡിയമാണ്, ഞാൻ സ്മോൾ മേടിച്ചാൽ മതിയായിരുന്നു. മീഡിയം ഞാൻ എന്തൊരു മീഡിയം മേടിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇതെന്താന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻഡിൽ വെക്കുന്നില്ലേ, നല്ല മണമുണ്ട്. അതിൻ്റെ താഴെ ഇത് കത്തിച്ച് വച്ചതിന് ശേഷം മുകളിൽ നമ്മൾ ആ ലാവൻഡറിൻ്റെ എന്തെങ്കിലും ആ ഒരു ഫ്രേഗ്രൻസ് ഉള്ള സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ നല്ല രസമായിരിക്കും. നല്ല സ്മെല്ലായിരിക്കും. എൻ്റെ റൂം എപ്പോഴും ഭയങ്കര ഒരു മണം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതെന്താ സംഭവം? ഇതൊരു കമ്മലാണ് ഗൈസ്. കുറേ ഉണ്ട്, കാരണം എനിക്കിങ്ങനെ കുറേ സ്റ്റഡ് ഉള്ളത് കൊണ്ടേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ മേടിച്ചതാണ്. ഇതെന്തായാലും ഉപകാരമായിട്ടോ. ഇന്ന് എന്നെ മാറ്റിയിട്ട് എല്ലാം ഇതിടാൻ ഞാൻ ശ്രമിക്കും. വളരെ നല്ല കാര്യം, എനിക്കിതിപ്പോൾ കിട്ടിയത് എന്തായാലും എന്തുകൊണ്ടും നല്ല കാര്യം. അടുത്ത ഇത് ഒരു സിലിക്കോൺ മാസ്ക് അല്ല, ഒരു ടേപ്പാണ്. ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാമോ? ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയല്ല, ഇങ്ങനെ തന്നെ, ഇങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒട്ടിക്കാം. അല്ല, ഇങ്ങനെയല്ല, തിരിച്ചാണ് കേട്ടോ, തിരിച്ചാണ്. എനിക്ക് ഡബിൾ ചിഹ്നം ഉണ്ടല്ലോ, ഡബിൾ ചിഹ്നമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ വെച്ചിട്ട് അയ്യോ, ഇത് ഇളവി പോകുന്നു. കാതൊക്കെ കയറാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങനെ കാത് ഇതിൻ്റെ അടുത്ത് കാത് വെക്കും. ഇത് വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ജോ ലൈനൊക്കെ വേണം എന്നുള്ളവർക്ക് ഇതൊരു മസ്റ്റാണ്. എനിക്ക് ഡബിൾ ചിഹ്നം കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇത് വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് തംബ്ലൈനിൽ കൊടുത്തേക്കാം, കാണാൻ എളുപ്പത്തിൽ. അപ്പം ഞാൻ അബദ്ധത്തിന് ഓർഡർ ചെയ്തിട്ട് ആയിപ്പോയതാണ്. വേറെ ഒരു ഇത് നീക്കാപ്പല്ല ഗൈസ്, ഇതൊരു ടൈറ്റ്സാണ്. ഈ ടൈറ്റ്സ് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടൈറ്റ്സ്, ഇങ്ങനെ കുറച്ച് ഇറക്കമുള്ള ഒരു ടൈറ്റ്സ് മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല ടൈറ്റ്സ് ആയിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിപ്പം ഇതാണ്, എനിക്ക് ടൈറ്റ്സ് കുറവായത് കൊണ്ട് ഇതൊരു ടേപ്പാണ്, പക്ഷെ ഞാൻ എന്തിന് മേടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ സെക്കൻഡ് സ്റ്റാഡിൻ്റെ കമ്മൽ. ഈ ടേപ്പ് ഞാൻ എന്തിന് മേടിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. വേറൊന്നുമില്ല, കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഞാൻ ഓർഡർ ചെയ്യണമെന്നുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഈ വീഡിയോ കുറച്ച് ലെങ്തി കൂടുതലാണെന്ന് എനിക്കറിയാം. എന്തായാലും ഇതിൽ ഏതെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്നല്ല, ഞാൻ കമൻറ്റ്സ് അങ്ങനെ നോക്കാറില്ല. ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അതിൽ കൊടുത്തേക്കാം. എനിവേ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊടുക്കുന്ന നീരജാമസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജാമസ് ഇൻസ്റ്റ ഐഡി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്, മറക്കാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി, കൂടെ വേർക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.